യാൻഷൻ കൊണ്ടുവന്ന കത്ത് വായിച്ചു നോക്കിയ ഷാങ്യു വെയ്യാനാണ് ട്രൈറ്റർ എന്ന് ആരോപിക്കുന്നു. എന്നിട്ട് അവൾ ആ കത്ത് അവിടെ നിന്ന് ഉറക്കെ വായിക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ വെയ്യാൻ അവളെ തടഞ്ഞിട്ട് മരിച്ചുപോയവരെ എന്തിനാണ് വെറുതെ ഇങ്ങനെ കുറ്റക്കാരാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. വെയ്യാൻ ആരെങ്കിലും കാര്യത്തിൽ കെയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണല്ലോ, അതുകൊണ്ട് യാൻഷൻ അതിനെ ചോദ്യം ചെയ്യുന്നു. നിങ്ങൾക്ക് ആ കൺസോർട്ടിൻ്റെ കാര്യത്തിൽ വിഷമമുണ്ടല്ലേ? എൻ്റെ അമ്മ 17 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയില്ലേ? അമ്മയോട് ചെയ്ത തെറ്റിൻ്റെ കുറ്റബോധം കാരണമാണ് അമ്മയ്ക്ക് നിങ്ങൾ നൽകിയ ആ കേക്ക് ബോക്സ് എടുത്തു നോക്കാൻ നിങ്ങൾക്ക് ഇതുവരെ തോന്നാതിരുന്നത്. ആ ബോക്സിനുള്ളിലാണ് അമ്മ ഈ കത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിൽ നിങ്ങൾക്ക് ഒരു കുറ്റബോധവും ഇല്ലേ എന്നൊക്കെ യാൻഷൻ അയാളോട് ചോദിക്കുന്നു. ഫേക്കായിട്ടുള്ള ഒരു ലെറ്ററും ഫേക്കായിട്ടുള്ള ടൈഗർ ടാലിയും കൊണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ എന്നെ കുറ്റക്കാരനാക്കാൻ നോക്കണ്ട എന്ന് വെയ്യാൻ എപ്പോഴും പറയുന്നുണ്ട്. അയാൾ ഇങ്ങനെയൊക്കെ ആയി മാറിയെന്ന് അറിഞ്ഞാൽ ആ കൺസോർട്ട് ഷീ പോലും സഹിക്കുകയില്ല എന്ന് യാൻഷൻ അപ്പോൾ പറയുന്നു. ഇത് കേട്ടപ്പോൾ വെയ്യാനും പിന്നെയും ദേഷ്യം വരുന്നു. അവളുടെ പേര് ഇവിടെ പറയുക പോലും ചെയ്യരുതെന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടുന്നുണ്ട്. ടൈഗർ ടാലി ഫേക്കാണ് എന്നാണല്ലോ വെയ്യാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഒറിജിനൽ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഗ്രാൻഡ് ഡ്യൂട്ടർ തവോ ആണ് ആ ടൈഗർ ടാലി ഉണ്ടാക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സത്യം പറയാൻ കഴിയുമെന്ന് യാൻഷൻ പറയുന്നു. അപ്പോഴേക്കും മാസ്റ്റർ തവോ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. രാജാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ആ ടൈഗർ ടാലി വാങ്ങി ചെക്ക് ചെയ്യുന്നു. അത് ഉണ്ടാക്കുന്നതിന് നേതൃത്വം കൊടുത്തത് അദ്ദേഹമായിരുന്നു. അന്ന് ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അതിലൊരു അടയാളം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ അടയാളം അതിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ഒറിജിനൽ തന്നെയാണ് എന്ന് അദ്ദേഹം വെരിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ വെയ്യാന് എതിർത്തൊന്നും പറയാൻ പറ്റുന്നില്ല. വെയ്യാൻ്റെ കുറ്റം ഇങ്ങനെ തെളിഞ്ഞതോടെ രാജാവ് അയാൾക്ക് വധശിക്ഷ നൽകണമെന്ന് വിധിക്കുന്നുണ്ട്. അപ്പോഴേക്കും വെയ്യാൻ്റെ കുറേ സൈനികർ അങ്ങോട്ടേക്ക് കടന്നു വന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവരുടെ കൺട്രോളിലാക്കുന്നു. നിനക്ക് എനിക്കെതിരായി തിരിയാൻ ധൈര്യമുണ്ടെന്ന് ചോദിച്ച് വെയ്യാൻ രാജാവിൻ്റെ നേരെ ചെല്ലുന്നുണ്ട്. അപ്പോഴാണ് ഷീ കുറേ സൈനികരുമായിട്ട് വന്ന് കൊട്ടാരത്തിൻ്റെ ഗേറ്റ് പിടിച്ചടക്കിയിരിക്കുന്നു എന്നുള്ള ന്യൂസ് ഒരാൾ വന്ന് പറയുന്നത്. അതോടെ രാജാവ് ആകെ പേടിക്കുന്നുണ്ട്. നല്ല ദിവസം തന്നെയാണ് അവൻ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വെയ്യാൻ ഷീക്കെതിരായി ഫൈറ്റ് ചെയ്യാനായി പോകാൻ തുടങ്ങുന്നു. യാൻഷിങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ നമ്മൾ അമ്മാവനും അനന്തരവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഞാൻ ഇവനെ ശരിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് വെയ്യാൻ അവിടെ നിന്ന് പോകുന്നത്. ഷീയുടെ ആൾക്കാർ അധികം വൈകാതെ കൊട്ടാരത്തിലെ കാവൽക്കാരെല്ലാം കൊന്നൊടുക്കി ആ മെയിൻ ഹാളിൽ എത്തുന്നുണ്ട്. ആദ്യം അവിടേക്ക് ഇന്ന് ഗ്രാൻഡ് ഡ്യൂട്ടർ ലീ ആണ് അവനെ രാജാവായിട്ട് അങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ രാജാവ് പേടിച്ചു വിറച്ച് ആ സിംഹാസനത്തിന് പുറകിലായി തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഷീ വന്ന് സിംഹാസനത്തിലിരുന്ന ശേഷം ഷിയാനോട് സന്തോഷത്തോടെ ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. പക്ഷെ ഷിയാന് അപ്പോഴും ദേഷ്യമാണ്. നിന്റെ രാജ്ഞാവാൻ ആർക്കാണ് ആഗ്രഹം? എനിക്കതിന് താല്പര്യമില്ല എന്ന് അവൾ അപ്പോഴും പറയുന്നു. ഷിയാനൊന്നും കാര്യമാക്കാതെ അവളെ പിടിച്ച് അടുത്തേക്ക് ഇരുത്തിയിട്ട് നീ താമസിയാതെ സമ്മതിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ രാജാവ് പുറകിൽ നിന്ന് പതുക്കെ അങ്ങോട്ടേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അവൻ അവിടെ ഇരിക്കുന്നത് ശരിക്കും ഷീ നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അവനോട് പുറത്തേക്ക് വരാനും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ പേടിച്ച് വിറച്ച് രാജാവ് എഴുന്നേറ്റ് അവൻ്റെ മുന്നിലേക്ക് വരുന്നു. പേടി പുറത്ത് കാണിക്കാതെ ഞാൻ നിന്നെ ഒരുപാട് കാലമായി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് രാജാവ് ഇമ്പീരിയൽ സീൽ ഷീക്ക് നൽകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ ഷീ അത് വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ കൊടുക്കാൻ മനസ്സിലാത്തതുപോലെ അവനത് പുറകിലേക്ക് പിടിക്കുന്നുണ്ടെങ്കിലും ഷീ അത് ബലമായി മേടിച്ചെടുക്കുന്നു. എന്നെ കൊല്ലരുതെന്ന് നമ്മുടെ രാജാവ് അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഷീ അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഈ രാജ്യത്ത് നിന്നെപ്പോലെ ഒരു കഴിവുകെട്ടവനാണ് അധികാരിയായിട്ടിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും തൽക്കാലം തന്നെ ഞാൻ കൊല്ലുന്നില്ല. ഞാൻ ഇവനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് വരെ അവനെ തടവിലാക്കാനായിട്ട് ഷീ ഓർഡർ നൽകുന്നു. അങ്ങനെ കാവൽക്കാർ രാജാവിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ലീക്ക് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ഇവൻ ഈ സീലൊക്കെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ശരിക്കും രാജാവാകാൻ പോവുകയാണോ എന്ന് ഷിയാൻ പേടിക്കുന്നു. ഈ സമയത്താണ് ഒരു സൈനികൻ വന്നിട്ട് കൊട്ടാരത്തിൻ്റെ ഗേറ്റിനടുത്തേക്ക് തങ്ങൾ കരുതിയിരുന്നതിനേക്കാൾ കൂടുതൽ സൈനികർ എത്തുന്നുണ്ട് എന്നുള്ള വിവരം അറിയിക്കുന്നത്. അങ്ങനെ ഷീയും കൂടെയുള്ളവരും അവിടുത്തെ ഏറ്റവും ഉയരമുള്ള ആ മതിലിന് മുകളിൽ ചെന്ന് താഴെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുന്നു. വെയ്യാൻ അയാളുടെ സൈനികരെയും കൂട്ടി അങ്ങോട്ടേക്ക് എത്തിയതായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു റെബല്യൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അയാൾ ക്യാപിറ്റലിന് പുറത്തായിരുന്ന അയാളുടെ സൈനികരെയെല്ലാം ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചിരുന്നല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സമയത്ത് അവരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അയാൾക്ക് സാധിച്ചു. ഈ സൈനികരുടെ എണ്ണം കണ്ടപ്പോൾ ഇതത്ര നല്ലതല്ല, ഇതൊരു ട്രാപ്പാണ് എന്ന് ഷീക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും അവർക്ക് പിന്നിലും വെയ്യാൻ്റെ സൈനികരെത്തി അവരെ വളയുന്നുണ്ട്. പക്ഷേ ലീ അപ്പോഴും ഈ കുറച്ച് സൈനികരെയും കൊണ്ട് നിനക്ക് ഞങ്ങളെ കീഴടക്കാമെന്ന് വിചാരിക്കേണ്ട, ഞങ്ങളുടെ സൈന്യം ഇതിൽ കൂടുതലാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഈ സമയത്താണ് യാൻഷെങ്ങിൻ്റെ നേതൃത്വത്തിൽ അവൻ്റെ സൈനികർ മറ്റൊരു ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് വരുന്നത്. വെയ്യാനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവനും സൈന്യത്തെ അങ്ങോട്ടേക്ക് വരുത്തിയിരുന്നല്ലോ. അങ്ങനെ അവരുമായിട്ട് അവനും അങ്ങോട്ടെത്തുന്നു. ഇത്രയും ആളുകൾ മതിയോ എന്ന് വെയ്യാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇത് വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ, മാത്രമല്ല യാൻഷെങ് ആരുടെ കൂടാണ് നിൽക്കുന്നതെന്ന് ഇതുവരെ ഉറപ്പായില്ലല്ലോ എന്ന് പറഞ്ഞ് ഷീ യാൻഷെങ്ങിനെ തൻ്റെ ഭാഗത്തേക്കാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. വെയ്യാനെതിരായിട്ട് തനിക്കൊപ്പം നിന്നാൽ അവന് വേണ്ട അംഗീകാരമൊക്കെ നൽകാമെന്ന് ഷീ ഓഫർ ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്
ഷീ ശത്രുരാജ്യവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചതിനെക്കുറിച്ച് യാൻഷിങ്ങിന് നേരത്തെ തന്നെ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച നിന്നെ ഒരിക്കലും രാജാവാകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് യാൻഷിങ് പറയുന്നുണ്ട്. ലീ ഇതിനെക്കുറിച്ച് ഇപ്പോൾ അറിയുകയായിരുന്നു. ഇങ്ങനെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശത്രുക്കൾക്ക് തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് കുറേ സ്ഥലം വിട്ടുകൊടുക്കാൻ വരെ ഷീ തയ്യാറായി എന്ന് അറിഞ്ഞതോടെ ലീ ആകെ ഷോക്കാവുന്നു. അത് സത്യമാണോ എന്ന് അയാൾ ഷീയോട് ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. എന്തായാലും വെയ്യാൻ ചെയ്തിട്ടുള്ള അത്ര ക്രൂരതയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വെയ്യാൻ ഇവിടെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 12 സിറ്റികളാണ് ശത്രുക്കൾക്ക് വിട്ടു നൽകാൻ തയ്യാറായത്. അതേപോലെ 1,00,000 സൈനികരെ കൊല്ലാനും അയാൾ തയ്യാറായി. അത്രയും ക്രൂരതയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഷീ പറയുന്നു. എന്തായാലും ലീക്ക് ഇത് കേട്ട് അറ്റാക്ക് വരുന്നുണ്ട്. അയാൾ അവിടെ മറിഞ്ഞ് വീഴുകയും ചെയ്യുന്നു. ഷീ പിന്നെയും വെയ്യാനെ തളയ്ക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അയാളുടെ മുന്നിൽ ഒന്നും വില പോകുന്നില്ല. അവനെ പിടിച്ച് കെട്ടാനായിട്ട് അയാൾ ഓർഡർ നൽകുന്നു. ഈ സമയത്ത് ഷീ പെട്ടെന്ന് നേരത്തെ തന്നെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ തടവിലാക്കിയിട്ടുണ്ടായിരുന്ന വെയ്യാൻ്റെ വൈഫിനെയും മകനെയും അവർക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നു. വെയ്യാൻ ഇനി ഒരു ചുവടെങ്കിലും മുന്നോട്ട് വെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരെയും തല ഇവിടെ കിടന്ന് ഉരുളുമെന്ന് ഷീ പറയുന്നുണ്ട്. വെയ്യാൻ അത് കേട്ടിട്ട് ഒരു ഉൽക്കവുമില്ല. അവരുടെ ജീവൻ പോയാലും വേണ്ടില്ല, അയാൾക്ക് ജയിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് അയാൾ ഓർഡർ നൽകുന്നുണ്ട്. അയാൾ ഇങ്ങനെ സൈനികരോട് ഷൂട്ട് ചെയ്യാൻ തയ്യാറെടുക്കാൻ നിർദ്ദേശം നൽകിയതോടെ ഷീ അവരെ കൊല്ലാനായിട്ട് ഓർഡർ നൽകുന്നു. പക്ഷെ പെട്ടെന്ന് യാൻഷിങ് ഇവരെ രണ്ടുപേരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരുമിച്ച് 2 അമ്പ് ഷൂട്ട് ചെയ്ത് ഇവരെ രണ്ടുപേരെയും കൊല്ലാൻ തുടങ്ങിയ സൈനികരെ രണ്ടുപേരെയും കൊന്ന് അവരുടെ ജീവൻ രക്ഷിക്കുന്നു. പിന്നെ അവിടെ ഇരു കൂട്ടരും തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്. ഈ സമയത്ത് മറ്റൊരു സ്ഥലത്തായിരുന്ന രാജാവിനെയും 2 സൈനികർ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നെ കൊല്ലരുതെന്നൊക്കെ രാജാവ് അവരോട് പറയുന്നുണ്ടെങ്കിലും അവർ അയാളെ ഉപദ്രവിക്കുന്നു. കൈയൊക്കെ മുറിയുന്നൊക്കെ ഉണ്ട്. സൈനികർ തമ്മിൽ ഫൈറ്റ് നടക്കുകയാണെങ്കിലും ഇവിടെ വെയ്യാനും യാൻഷിങ്ങും തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ തമ്മിലുള്ള കണക്ക് തീർക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞ് യാൻഷിങ് വെയ്യാനെ ഫൈറ്റിനായിട്ട് വെല്ലുവിളിക്കുന്നു. വെയ്യാൻ്റെ കൂടെയുള്ള അസിസ്റ്റൻറ്റ് അവനെതിരായിട്ട് തിരിയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നിങ്ങളാരും ഇതിൽ ഇടപെടേണ്ട, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങൾ തന്നെ സോൾവ് ചെയ്തോളാമെന്ന് പറഞ്ഞ് അവർ സോളോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ സമയത്തെ ശ്രമത്തിനൊടുവിൽ യാൻഷിങ്ങിന് വെയ്യാനെ ചെറിയ രീതിയിൽ പരിക്കേൽപ്പിക്കാൻ പറ്റുന്നുണ്ട്. രാജാവ് ഈ സമയം കൈയൊക്കെ മുറിഞ്ഞെങ്കിലും നീങ്ങി നിരങ്ങി ഒരു വിധത്തിൽ സിംഹാസനത്തിനടുത്തെത്തി വലിഞ്ഞേറി അതിൽ ഇരിപ്പുറപ്പിക്കുന്നുണ്ട്. അത് ഉപേക്ഷിക്കാൻ അയാൾക്ക് ഈ ഒരവസ്ഥയിലും പറ്റുന്നുണ്ടായിരുന്നില്ല. ലീഹുവാൻ്റെ നേതൃത്വത്തിൽ കുറേ സൈനികർ ആ ഭാഗത്തും ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ലീഹുവാൻ അവസാനം ഈ രാജാവിനെ കണ്ടെത്തുന്നുണ്ട്. എനിക്കിനി രാജാവാകണ്ട, ഞാൻ ഇനി ഒരിക്കലും രാജാവാകില്ല എന്നൊക്കെ അയാൾ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്കെങ്കിലും നിനക്കിനി മതിയാക്കിക്കൂടെ, നിനക്ക് അർഹതയില്ലാത്തത് ഉപേക്ഷിച്ചുകൂടെ എന്നൊക്കെ ഷിയാൻ ഈ സമയം ഷിയോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവൻ ഈ രാജ്യം എനിക്ക് അവകാശപ്പെട്ടതാണ്, ഈ സിംഹാസനം എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം വന്നിട്ട് ഷിയാൻ അവളുടെ തലയിൽ നിന്ന് ആ കിരീടമൊക്കെ എടുത്ത് താഴെ എറിഞ്ഞിട്ട് എനിക്ക് രാജ്ഞിയാവണ്ട, നിനക്ക് ഭ്രാന്താണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്തൊന്നുമില്ല, നീ കാരണമാണ് ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചതെന്ന് അവൻ പറയുന്നു. അപ്പോൾ ഞാൻ മരിച്ചാൽ നിന്റെ ഈ ഭ്രാന്ത് നിർത്തുമോ എന്നവൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഷാങ്യു അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വേഗം ഷിയാനെ പിടിച്ചിട്ട് നീ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല, നിന്നെ മരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവളെ വിടാൻ ഷാങ്യു വിളിച്ച് പറയുന്നുണ്ടെങ്കിലും എനിക്കിനി രക്ഷയില്ല, നീ ഇവിടുന്ന് പോയിക്കൊള്ളാൻ ഷിയാൻ അവളോട് പറയുന്നു. ഈ സമയത്ത് ഇവരെ ലക്ഷ്യമാക്കിയിട്ട് താഴെ നിന്നിരുന്ന കുറച്ച് സൈനികർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലായ ഷീ പെട്ടെന്ന് ഷിയാനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവളെ കവർ ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ അവന് അമ്പേൽക്കുന്നുണ്ട്. അതിൻ്റെ ഫോഴ്സിൽ അവൻ മറിഞ്ഞ് താഴേക്ക് വീഴുന്നു. അവൻ്റെ കയ്യിലെ വിലങ്ങിൻ്റെ മറ്റേ അറ്റത്തുണ്ടായിരുന്ന ഷിയാനും അവൻ്റെ ഒപ്പം താഴേക്ക് വീഴുന്നുണ്ട്. ഷാങ്യു ഓടിച്ചെന്ന് ചങ്ങലയിൽ കയറി പിടിക്കുന്നു. അങ്ങനെ ഷിയാൻ്റെ കയ്യിൽ അവൾക്ക് പിടുത്തം കിട്ടുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും ഷാങ്യുവിൻ്റെ ആ ഒരു പിടുത്തത്തിൻ്റെ ബലത്തിൽ അവിടെ തൂങ്ങിക്കിടക്കുകയാണ്. നീ ഇങ്ങനെ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ട, എനിക്ക് ഇതിൽ നിന്ന് മോചനമില്ല, എന്നെ ഓർത്ത് വിഷമിക്കേണ്ട, പിടി വിട്ടേക്കാൻ ഷിയാൻ ഷാങ്യുവിനോട് പറയുന്നുണ്ടെങ്കിലും അവൾ അതിന് തയ്യാറാവുന്നില്ല. ഷിയോട് അവളുടെ കയ്യിലെ പിടിവിടുക അല്ലെങ്കിൽ നീ അവളെ കൊല്ലുമെന്നൊക്കെ ഷാങ്യു വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവനൊരിക്കലും പിടിവിടാൻ പോകുന്നില്ല. അവനങ്ങനെ ഒന്നും വിട്ടുകളയാനുള്ള മനസ്സില്ല, അവനതിന് പറ്റില്ല എന്നൊക്കെ ഷിയാൻ വിഷമത്തോടെ പറയുന്നു. അവളുടെ കയ്യിൽ നിന്ന് ഈ സമയത്ത് ആ വിലങ്ങ് മുറുകിയിട്ട് ബ്ലീഡ് ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ഷീക്ക് കുറച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനങ്ങനെ വിട്ടുകളയാൻ പഠിക്കാമെന്ന് പറഞ്ഞ് അവൻ സ്വന്തം കൈ ആ വിലങ്ങിൽ നിന്ന് ഊരിയെടുക്കാൻ ശ്രമിക്കുന്നു. അത് അത്ര എളുപ്പത്തിലൊന്നും പറ്റുമായിരുന്നില്ല. അവനൊരു വിരൽ ഓടിച്ചിട്ടാണ് അതിൽ നിന്ന് അവൻ്റെ കൈ ഊരിയെടുത്തത്. അങ്ങനെ അവൻ താഴേക്ക് വീഴുന്നു. ഷാങ്യു വേഗം ഷിയാനെ വലിച്ച് കയറ്റി രക്ഷപ്പെടുത്തുന്നുണ്ട്. എത്ര ദുഷ്ടനാണെങ്കിലും സൈക്കോ ആണെങ്കിലും ഇത് കണ്ടപ്പോൾ ഷിയാൻ്റെ മനസ്സ് ശരിക്കും വേദനിക്കുന്നു. വെയ്യാനും യാൻഷിങ്ങും തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കുറേ സമയം ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ യാൻഷിങ് അയാളുടെ കയ്യിൽ മുറിവേൽപ്പിച്ച് വാൾ തട്ടി ദൂരേക്ക് എറിഞ്ഞ് അയാളെ തോൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ വാളുമായി അയാളുടെ നേരെ ചെല്ലുന്നു. ഈ സമയത്ത് വെയ്യാൻ്റെ അസിസ്റ്റൻറ്റ് പുറയിൽ കൂടി യാൻഷിങ്ങിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും യാൻഷിങ്ങിൻ്റെ ദേഹത്ത് അത് കൊള്ളുന്നതിന് മുമ്പ് അവൻ്റെ മുന്നിൽ വെയ്ഷുവാൻ കയറി നിൽക്കുന്നു. അങ്ങനെ അവനാണ് ആ അമ്പേൽക്കുന്നത്. ശബ്ദം കേട്ട് യാൻഷിങ് തിരികെ നോക്കുന്നു. നീ കുറച്ച് മുമ്പ് എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചതിന് പകരമാണ് ഞാൻ ഈ അമ്പേൽക്കുന്നതെന്ന് വെയ്ഷുവാൻ
യാൻഷിങ്ങിനോട് പറയുന്നുണ്ട്. എന്നിട്ട് വെയ്യാനെ നോക്കിയിട്ട് എൻ്റെ അച്ഛൻ നിന്നെപ്പോലെ ഒരു വൃത്തികെട്ടവനല്ല എന്ന് വിളിച്ചു പറഞ്ഞ് അവൻ അവിടെ മരിക്കുകയാണ്. അവൻ്റെ അമ്മ കുറച്ച് അപ്പുറത്ത് നിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് ഉറക്കെ നിലവിളിച്ച് കരയുന്നുണ്ട്. യാൻഷിങ് എഴുന്നേറ്റ് വെയ്യാനെ കൊല്ലാനായിട്ട് വാൾ ഉയർത്തുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഷാങ്യു അവിടെ എത്തി അവനെ തടയുന്നു. വെയ്യാൻ അവൻ്റെ കൈകൊണ്ട് മരിക്കാൻ തയ്യാറെടുത്ത് കണ്ണു മടച്ചിരുന്നതാണ്. യാൻഷിങ്ങിൻ്റെ സൈനികർ ലീഹ്വാൻ്റെയും സുന്നിൻ്റെയും ഷൗറാൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പല ഭാഗങ്ങളിൽ നിന്നെത്തി അവിടുത്തെ സിറ്റുവേഷൻ അവരുടെ കൺട്രോളിലാക്കുന്നു. ഇനി വെയ്യാൻ്റെ രക്ഷയില്ല, കീഴടങ്ങുക മാത്രമേ അയാളുടെ മുന്നിൽ വഴിയുള്ളൂ. അവിടെ ഇപ്പോഴും ഷിയുടെയും വെയ്യാൻ്റെയും കുറേ സൈനികർ ബാക്കിയുണ്ടല്ലോ. അതിൽ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറാവുന്നവരോട് ക്ഷമിക്കാൻ താൻ തയ്യാറാണ് എന്ന് യാൻഷിങ് വിളിച്ചു പറയുന്നു. അങ്ങനെ അല്ലാത്തവരെ അവരുടെ കുടുംബത്തെ അടക്കം രാജ്യദ്രോഹ കുറ്റം ചുമത്തി കൊല്ലുമെന്നും അവൻ പറയുന്നുണ്ട്. നീ എന്തായാലും എന്നെ നിരാശപ്പെടുത്തിയില്ല എന്ന് വെയ്യാൻ ഈ സമയം യാൻഷിങ്ങിനെ നോക്കി പറയുന്നു. അപ്പോഴേക്കും അവൻ്റെ അസിസ്റ്റൻ്റ് ഓടി വന്നിട്ട് അയാളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവാം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. തോൽവി എന്തായാലും തോൽവി തന്നെയാണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തപ്പോൾ ഇങ്ങനൊരു ദിവസം വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് അയാൾ തോൽവി സമ്മതിക്കുന്നുണ്ട്. അതോടെ അയാളെ സപ്പോർട്ട് ചെയ്തിരുന്ന സൈനികർ ഭൂരിഭാഗം പേരും അവരുടെ ആയുധം വെച്ച് യാൻഷിങ്ങിന് കീഴടങ്ങുന്നു. വെയ്യാനെ തൽക്കാലം തടവിലാക്കാൻ യാൻഷിങ് പറയുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം ശാന്തമായിരിക്കുന്നു. യാൻഷിങ് സന്തോഷത്തോടെ ഷാങ്യുവിനെയും പൊക്കിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ 3 ദിവസങ്ങൾ കഴിഞ്ഞുള്ള കാര്യമാണ് കാണിക്കുന്നത്. യാൻഷിങ്ങിൻ്റെ അടുത്ത് വെയ്യാൻ്റെ വൈഫ് എന്ന് അവൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ട് എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ വെയ്യാൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നുണ്ട്. അയാൾ ഇത്രയും ക്രൂരതയൊക്കെ കാണിച്ചിട്ടും ഇവരിങ്ങനെ അയാളുടെ ജീവന് വേണ്ടി അപേക്ഷിക്കുന്നത് യാൻഷിങ്ങിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവന് വിചാരിക്കുന്നത് പോലെ വെയ്യാൻ അത്ര ദുഷ്ടനൊന്നുമല്ല എന്ന് പറഞ്ഞ് ആൻറ്റി എപ്പോഴും വെയ്യാനെ സപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം മനസ്സ് വെച്ചില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ മകനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊല്ലപ്പെട്ടേനെ എന്ന് പറഞ്ഞ് അവർ തൻ്റെ കഥ പറയുന്നുണ്ട്. ശരിക്കും വെയ്ഷുവാൻ്റെ അച്ഛൻ വെയ്യാനായിരുന്നില്ല. വെയ്യാൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു സബോർഡിനേറ്റുമായിട്ട് ഇവർ പ്രണയത്തിലായിരുന്നു. അങ്ങനെയാണ് ഇവർ പ്രഗ്നൻ്റ് ആയതും. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് യുദ്ധത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം ഗർഭിണിയായ ഇവരെ കൊല്ലാനായിട്ട് ഇവരുടെ വീട്ടുകാർ തീരുമാനിച്ചതായിരുന്നു. ആ സമയത്താണ് വെയ്യാൻ അങ്ങോട്ടേക്ക് ചെന്ന് തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് ഇവരുടെ ജീവൻ രക്ഷിക്കാൻ തയ്യാറാവുന്നത്. വെയ്യാനെ ആ സമയത്ത് വിവാഹം ചെയ്യാനായി വീട്ടുകാർ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടുകാരുടെ മുന്നിൽ ഒരു വിവാഹം കഴിച്ചുവെന്നാവും തൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയെയും മകനെയും രക്ഷപ്പെടുത്താനും സാധിക്കും. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഒരു കരാറുണ്ടാക്കി അന്ന് ഇവരുടെ വിവാഹം നടന്നത്. തൻ്റെ മകൻ അവൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു അമ്പേൽക്കാൻ തയ്യാറായല്ലോ. അതിന് പകരമായിട്ടെങ്കിലും പ്രൈം മിനിസ്റ്ററുടെ ജീവൻ എടുക്കരുത് എന്ന് അവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. യാൻഷിങ് അതിന് മറുപടി ഒന്നും പറയുന്നില്ല. പിന്നെ വെയ്യാൻ്റെ ലവറായിരുന്ന കൺസോർട്ട് ഷിയെക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും അറിയാമെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിനെപ്പറ്റിയൊന്നും അറിയുമായിരുന്നില്ല. യാൻഷിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ മറുപടി ഒന്നും കിട്ടാത്തതുകൊണ്ട് അവർ പോകാൻ എഴുന്നേൽക്കുന്നു. നിയമത്തിൻ്റെ കുരുക്കിൽ നിന്ന് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം അങ്കിളും അനന്തരവനുമായിരുന്നതിൻ്റെ ഒരു ബന്ധം വെച്ചിട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ബോഡി അറുത്ത് മുറിക്കാത്ത രീതിയിലുള്ള ഒരു മരണം അദ്ദേഹത്തിന് നൽകണമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഷാങ്യു ഈ സമയം പ്രിൻസസിൻ്റെ അമ്മയെ ചെന്ന് കണ്ടിട്ട് അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും വിവരം അറിയാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഷാങ്യു അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവർ തിരിഞ്ഞിരിക്കുന്നു. പിന്നെ പ്രിൻസസ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വെയ്യാൻ ഇങ്ങനെ പിടിയിലായി, അതേപോലെ അവളുടെ ബ്രദർ ഇപ്പോൾ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനിയും അമ്മ സത്യം പറയാതെ ഇങ്ങനെ മറച്ചു വയ്ക്കുന്നതിൽ എന്താണ് അർത്ഥം എന്നൊക്കെ പ്രിൻസസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് എന്താണെന്ന് അവർ പറയുന്നുണ്ട്. വെയ്യാൻ്റെ ലവറായിരുന്ന കൺസോർട്ട് ഷി ആ കൊട്ടാരത്തിലെത്തിയ ശേഷം രാജാവിനോട് അത്ര സ്നേഹത്തിലൊന്നും ആയിരുന്നില്ല പെരുമാറിയിരുന്നത്. ശരിക്കും രാജാവിൻ്റെ കൺസോർട്ട് അവനോട്ട് താല്പര്യമില്ലാത്തതുപോലെ അവരെപ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയായിരുന്നു. അത് രാജാവിന് വല്ലാത്ത ദേഷ്യമുണ്ടാക്കിയിരുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസം അവർ പ്രഗ്നൻ്റ് ആണ് എന്ന് അവിടുത്തെ കൊട്ടാരം വൈദ്യൻ കണ്ടെത്തി. പക്ഷെ അവിടുത്തെ കണക്കുകൾ അനുസരിച്ച് രാജാവല്ല കുട്ടിയുടെ അച്ഛൻ എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ പ്രഗ്നൻ്റ് ആണ് എന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ കണക്ക് നോക്കുമ്പോൾ അവിടുത്തെ ഒരു മിഡ് ഓട്ടം ഫെസ്റ്റിവലിൻ്റെ സമയത്താണ് അവർ പ്രഗ്നൻ്റ് ആയത്. ആ ഫെസ്റ്റിവൽ സമയത്ത് വെയ്യാൻ കൊട്ടാരത്തിൽ നടന്ന വിരുന്നിനിടയിൽ കൊട്ടാരത്തിലെ ഒരു സെർവൻറ്റിനെ മദ്യപിച്ച ശേഷം ഉപദ്രവിക്കുകയുണ്ടായി. അന്നത്തെ രാജാവ് അത് കൈയോടെ പിടികൂടിയിരുന്നു. പക്ഷേ വെയ്യാൻ ഉപദ്രവിച്ചത് ഒരു സാധാരണക്കാരിയായ സെർവൻറ്റിനെ ആയതുകൊണ്ട് അന്നവർ അത് വലിയ ഇഷ്യൂ ആക്കിയില്ല. ആ സെർവൻറ്റിനെ വെയ്യാന് തന്നെ നൽകുകയാണ് ചെയ്തത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും ആ സംഭവം നടന്ന സമയത്ത് സെർവൻറ്റിനെ ആയിരുന്നില്ല വെയ്യാൻ ഉപദ്രവിച്ചത്, അയാളുടെ ലവറായിരുന്ന ആ കൺസോർട്ട് ഷിയെ തന്നെ ആയിരുന്നുവെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. ആ റൂമിൽ തന്നെ മറ്റൊരു ഭാഗത്തായിട്ട് കൺസോർട്ട് മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ രാജാവ് യാൻഷിങ്ങിനെ ട്രാപ്പിലാക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ അന്നത്തെ രാജാവ് വെയ്യാനെയും ഇങ്ങനെ ട്രാപ്പിലാക്കിയതായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ യാൻഷിങ്ങിന് അങ്ങനെ സംഭവിച്ച സമയത്ത് അച്ഛനും മകനും ഒരേപോലെയാണ് എന്ന് പറഞ്ഞ് വെയ്യാൻ ആ രാജാവിനെ തല്ലിയതൊക്കെ. കൺസോർട്ട് ഷീ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് ദിവസവും രാത്രി അതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ച് അവരെ ഉപദ്രവിക്കുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും കൺസോർട്ട് സത്യം പറയാൻ തയ്യാറായിട്ടില്ല. അവസാനം അവിടുത്തെ മറ്റൊരു ഫെസ്റ്റിവലിൻ്റെ ദിവസമാണ് കൊട്ടാരത്തിന് തീപിടുത്തമുണ്ടായത്. തീയണയ്ക്കാനായി ചെന്ന സൈനികർ കണ്ടത് രാജാവിൻ്റെ ഓർഡറില്ലാതെ
അവിടെ എത്തിയിരിക്കുന്ന വെയ്യാനയായിരുന്നു. പക്ഷെ അന്ന് വെയ്യാൻ അവർക്ക് കീഴടങ്ങാൻ തയ്യാറായില്ല. അന്നങ്ങനെ കൊട്ടാരത്തിന് തീയിട്ടത് ക്രൗൺ പ്രിൻസസ് ആയിരുന്നു. പക്ഷെ തീ അണയ്ക്കാൻ വേണ്ടി കോരി ഒഴിച്ചത് വെള്ളമായിരുന്നില്ല, പകരം അതൊന്നുകൂടി ആളി കത്തുന്ന രീതിയിലുള്ള എണ്ണയായിരുന്നു. അന്നങ്ങനെ കൊട്ടാരത്തിന് തീയിട്ടത് ക്രൗൺ പ്രിൻസസ് ആയിരുന്നെങ്കിലും ആ തീ അങ്ങനെ ആളിക്കത്തി കൺസോർട്ട് ഷീ കൊല്ലപ്പെടാൻ കാരണം മുമ്പത്തെ രാജാവായിരുന്നു എന്നൊക്കെ അവർ പറയുന്നു. ഇത് പറയുന്ന സമയത്തും അവരുടെ പേടിയും വിറയിലുമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. പ്രിൻസസ് വേഗം അവരെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും വിവരങ്ങൾ തനിക്ക് നൽകിയതിന് നന്ദി പറഞ്ഞിട്ടാണ് ഷാങ്ങി അവിടെ നിന്ന് പോയത്. തടവിലായിരിക്കുന്ന വെയ്യാൻ്റെ അടുത്തേക്ക് മാസ്റ്റർ തവോ ഒരു ചെസ് ബോർഡുമായിട്ട് എത്തുന്നുണ്ട്. മുമ്പ് നമ്മൾ പൂർത്തിയാക്കാതെ കളിച്ചു നിർത്തിയ ഗെയിം മുഴുവൻ കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം വെയ്യാൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നു. 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതൊക്കെ മുമ്പത്തെ രാജാവിൻ്റെ സെറ്റപ്പ് ആയിരുന്നുവെന്ന് മാസ്റ്റർ തവോയ്ക്ക് നന്നായിട്ട് അറിയാം. വെയ്യാനും അത് അറിയാവുന്നതാണല്ലോ, പിന്നെന്തിനാണ് നീ കുറ്റം ഏൽക്കുന്നത്, നിനക്ക് സത്യം തുറന്ന് പറഞ്ഞുകൂടെ എന്ന് മാസ്റ്റർ തവോ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. വെയ്യാൻ അതിന് മറുപടി പറയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ കൊണ്ടുവന്ന ആ ചെസ് ബോർഡ് അവർക്ക് മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. അതിനകത്ത് ഇപ്പോൾ ഒരു കളി പകുതിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. വെയ്യാനത് നോക്കിയപ്പോൾ പണ്ട് അവൻ്റെ ലവർക്കൊപ്പം കളിച്ച ആ ഗെയിമാണ് ഓർമ്മ വരുന്നത്. കളി തോൽക്കുമെന്നായപ്പോൾ അവൾ വെയ്യാനോട് പിണങ്ങി കളി അവസാനിപ്പിക്കുന്നു. അവൻ്റെ 30% കഴിവുകൾ മാത്രമേ പുറത്തെടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവൾക്കൊപ്പം കളിക്കാനിരുന്നത്. എന്നിട്ടിപ്പോൾ തോറ്റു വരാതെ ഇങ്ങനെ കളിക്കുന്നതിനാണ് അവൾ പിണങ്ങുന്നത്. അവൾ പറയുന്നത് പോലെ തോക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് യാൻ ഷെങ്ങിൻ്റെ അമ്മ എത്തുന്നു. എന്നിട്ട് ഷിയെ ഗെയിം ജയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് വെയ്യാൻ അവളെ വഴക്ക് പറഞ്ഞപ്പോൾ ചേട്ടൻ ഇങ്ങനെ എപ്പോഴും ജയിച്ചുകൊണ്ടിരുന്നാൽ സിസ്റ്ററിൻ്റെ ഇവിടെ നിന്ന് പേടിച്ച് ഓടിപ്പോകുമെന്ന് പറഞ്ഞ് അവർ അയാളെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴേക്കും മാസ്റ്റർ തവോയും അങ്ങോട്ടേക്ക് എത്തുന്നു. പിന്നെ ഷിയെ ജയിക്കാനായിട്ട് അദ്ദേഹം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വെയ്യാനും അതൊക്കെ ഓർക്കുന്നു. മാസ്റ്റർ പിന്നെ അതിനെക്കുറിച്ച് പറയാതെ ശരിക്കും ആ 17 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് അയാളോട് ചോദിക്കുന്നു. 18 വർഷങ്ങൾക്ക് മുമ്പ് ക്രൗൺ പ്രിൻസ് നടത്തിയ ഒരു വിരുന്നിനെ കുറിച്ചാണ് വെയ്യാൻ പറഞ്ഞു തുടങ്ങുന്നത്. അന്ന് ആ വിരുന്നിൽ പങ്കെടുക്കാനായി മാസ്റ്റർ തവോയും ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണുപോയ ചില വാക്കുകളാണ് ഈ ദുരന്തത്തിനെല്ലാം കാരണമെന്ന് പറഞ്ഞ് വെയ്യാൻ അത് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ആ വിരുന്ന് നടത്തിയത് ക്രൗൺ പ്രിൻസ് ആയിരുന്നു. അവിടെ വെയ്യാനും യാൻ ഷിങ്ങിൻ്റെ അച്ഛനും ഗ്രാൻഡ് ട്യൂട്ടർ ലീയും മാസ്റ്റർ തവോയുമാണ് ഉണ്ടായിരുന്നത്. ഈ ക്രൗൺ പ്രിൻസ് ഷെങ്ഡയാണ് ഷിയുടെ അച്ഛൻ. അവർ സൗഹൃദത്തോടെ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് വിരുന്ന് നല്ല രീതിയിൽ തന്നെ നടക്കുകയാണ്. ഇതിന് പുറത്തായിട്ട് ഷാങ്ങുവിൻ്റെ അച്ഛനും ജനറൽ ഹേയും ഒരുമിച്ച് കാവൽ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് ഷാങ്ങുവിൻ്റെ അച്ഛൻ ജനറൽ ഹേയോട് പറഞ്ഞിട്ട് തനിക്ക് ജനിക്കാൻ പോകുന്ന മകൾക്ക് ഒരു പേരൊക്കെ ഇടിയിക്കുന്നത്. ആ സീൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ ക്രൗൺ പ്രിൻസ് ഇങ്ങനെ ഒരു വിരുന്ന് നടത്തുന്നതിന് കാരണം വെയ്യാനും യാൻ ഷിങ്ങിൻ്റെ അച്ഛനും കൂടി അതിർത്തിയിലേക്ക് യുദ്ധത്തിനായി പുറപ്പെട്ടു പോകാൻ തുടങ്ങുകയാണ്. അതിന് ഉള്ളൊരു ഫെയർവെൽ പാർട്ടി പോലെയാണിത്. പക്ഷേ വിരുന്നിൻ്റെ അവസാനമായപ്പോൾ യുദ്ധത്തിന് പോകാനായിട്ട് അവർക്കൊപ്പം താനും കൂടി വരുന്നുണ്ട് എന്ന് ക്രൗൺ പ്രിൻസ് പറയുന്നു. പക്ഷേ ക്രൗൺ പ്രിൻസായ അദ്ദേഹം ഇങ്ങനെ യുദ്ധഭൂമിയിലൊന്നും പോയി കഷ്ടപ്പെടേണ്ട കാര്യമില്ല, രാജ്യത്ത് സേഫായിട്ടുള്ള സ്ഥലത്തിരുന്നാൽ മതിയെന്ന് അവിടെ ഉണ്ടായിരുന്ന 4 പേരും കൂടി ഒരുമിച്ച് പറയുന്നു. ക്രൗൺ പ്രിൻസ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം രാജാവിൻ്റെ അടുത്ത കാലത്തായിട്ടുള്ള അദ്ദേഹത്തോടുള്ള സമീപനമാണ്. മുമ്പ് രാജാവ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ക്രൗൺ പ്രിൻസ് ആക്കുകയൊക്കെ ചെയ്തെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ വിമർശനം നൽകുകയും മറ്റൊരു പ്രിൻസിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുകയാണ്. രാജാവിന് അധികാരം തനിക്ക് നൽകാതെ ആ 16ാമത്തെ പ്രിൻസിന് നൽകാൻ ഉദ്ദേശമുണ്ടോ എന്ന് ക്രൗൺ പ്രിൻസിന് സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തൻ്റെ കഴിവ് രാജാവിൻ്റെ മുന്നിൽ തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രൗൺ പ്രിൻസ് ഇങ്ങനെ യുദ്ധത്തിന് പോകാമെന്ന് തീരുമാനിക്കുന്നത്. വിഷമത്തോടെ ആയിരുന്നു ക്രൗൺ പ്രിൻസ് ഇത് പറഞ്ഞത്. ഇത് കണ്ടപ്പോൾ യാൻ ഷിങ്ങിൻ്റെ അച്ഛന് വിഷമമാവുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ക്രൗൺ പ്രിൻസ് അടുത്ത രാജാവാകാൻ എല്ലാ യോഗ്യതയുമുള്ള ആളാണ്. പിന്നെ രാജാവിന് എന്താണ് അത് കാണാൻ പറ്റാത്തതെന്ന് അദ്ദേഹം പരാതി പോലെ പറയുന്നുണ്ട്. ഈ സമയത്ത് തൊട്ടടുത്തിരിപ്പുണ്ടായിരുന്ന വെയ്യാൻ ആ മദ്യലഹരിയിൽ രാജാവ് ഇങ്ങനെ ഇതിനെ എതിർക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറയുന്നുണ്ട്. ഇതാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കത്തിന് കാരണമെന്ന് വെയ്യാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആ സെൻറ്റൻസ്. വെയ്യാൻ ഇത് പറയുന്നത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും ശരിക്കും ഷോക്കാവുന്നു. കാരണം രാജാവിനെതിരെ തിരിയുന്ന കാര്യമാണല്ലോ അവൻ ഈ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും രാജ്യദ്രോഹ കുറ്റമാണ്. പുറത്താരെങ്കിലും ഇതറിഞ്ഞാൽ വെയ്യാൻ്റെ തല തന്നെ പോവും. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംസാരം ഇവിടെ നടന്നിട്ടില്ല, ഇതിനെക്കുറിച്ച് ആരും പുറത്ത് പറയാൻ പാടില്ല എന്ന് ക്രൗൺ പ്രിൻസ് കർശനമായിട്ട് താക്കീത് നൽകുന്നു. ആരും ഒരു വാക്ക് പോലും പുറത്ത് പറയരുതെന്ന് പറഞ്ഞെങ്കിലും അന്നും ലീ ഇവരെ ചതിക്കുന്നുണ്ട്. അയാൾ ഈ വിവരം രാജാവിൻ്റെ ചെവിയിൽ എത്തിക്കുന്നു. അങ്ങനെയാണ് രാജാവ് നോർത്ത് വെസ്റ്റ് ബോർഡറിലെ കാവലുണ്ടായിരുന്ന ലോർഡ് ഷാങ്ഷിനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നത്. ഈ ലോർഡ് ഷാങ്ഷിൻ ഈ രാജാവിൻ്റെ സഹോദരിയുടെ മകനാണ്. അതുകൊണ്ട് ഒരേ ബ്ലഡ് ലൈനാണ്. ക്രൗൺ പ്രിൻസ് വെയ്യാനോടും ഒക്കെ ചേർന്ന് തന്നെ അധികാരത്തിൽ നിന്ന് മാറ്റുമോ എന്ന് പേടിച്ച് രാജാവ് ക്രൗൺ പ്രിൻസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലോർഡ് ഷാങ്ഷിൻ്റെ സഹായം തേടുന്നു. അങ്ങനെ അയാൾ തനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ തൻ്റെ അതേ ബ്ലഡ് ലൈനിൽപ്പെട്ട അയാൾക്കൊപ്പം ഈ രാജ്യം ഒരുമിച്ച് ഭരിക്കാൻ താൻ തയ്യാറാണ് എന്നൊരു ഓഫറായിരുന്നു രാജാവെന്ന് വെച്ചത്. ഇതിന് ദൃസാക്ഷിയായിട്ട് ലീ അവിടെ തന്നെ ഉണ്ടായിരുന്നു. രാജാവ് ഇങ്ങനെ ലോർഡ് ഷാങ്ഷിന് നിർദ്ദേശം നൽകിയത് കാരണമാണ് വെയ്ഷിലൻ ആ ടൈഗർ ടാലിയുമായി ചേർന്ന സമയത്ത് അയാൾ റീഇൻഫോഴ്സ്മെൻറ്റിനായിട്ട് സൈന്യത്തെ അയക്കാതിരുന്നത്.
പിന്നെ വെയ്യാനെ ട്രാപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് രാജാവ് തന്നെ വെയ്യാൻ്റെ ലവറായിരുന്ന കൺസോർട്ട് ഷിയുടെ കൈയക്ഷരത്തിൽ ഒരു ലെറ്റർ എഴുതി വെയ്യാൻ അയക്കുകയായിരുന്നു. കൊട്ടാരത്തിൽ തീപിടുത്തം നടന്ന സമയത്താണ് വെയ്യാൻ അവിടെ എത്തിയത്. അങ്ങനെ ആ തീപിടുത്തത്തിൽ നിന്ന് കൺസോർട്ടിനെ രക്ഷിക്കാനായിട്ട് വെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് സൈനികർ അങ്ങോട്ടേക്ക് എത്തിയത്. അന്ന് വെയ്യാൻ ആ സൈനികരെ എല്ലാം കൊന്ന് രാജാവിനെ എതിർക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. കാരണം അയാൾ ഇങ്ങനെ കൊട്ടാരത്തിലുള്ള ഒരു കൺസോർട്ടിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി എന്നുള്ളത് രാജ്യദ്രോഹ കുറ്റമാണ്. ആ കുറ്റം അയാൾ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ വംശത്തിലുള്ള എല്ലാവരും കൊല്ലപ്പെടും. പക്ഷേ കാര്യങ്ങളുടെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയ കൺസോർട്ട് വെയ്യാൻ്റെ കൂടെ പോകാൻ തയ്യാറാവാതെ ആ റൂമിനുള്ളിലേക്ക് തന്നെ കയറി തീക്കുള്ളിൽ വെന്ത് മരിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 തലമുറകളായിട്ട് എൻ്റെയും ഷിയയുടെയും ഒക്കെ കുടുംബം ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവൻ പോലും റിസ്കിലാക്കി ഫൈറ്റ് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് ഞങ്ങളോട് ഇങ്ങനൊരു ചതി ചെയ്യാൻ ആ വൃത്തിയായിട്ട രാജാവിന് എങ്ങനെ മനസ്സ് വന്നു എന്നൊക്കെ പറഞ്ഞ് വെയ്യാൻ ഇപ്പോൾ തന്നെ വല്ലാതെ വയലൻ്റ് ആവുന്നുണ്ട്. ഇവർ തമ്മിൽ ഈ സംസാരിക്കുന്നത് ഈ ജയിലിന് പുറത്തായിട്ടിരുന്ന് യാൻഷങ്ങും ഷാങ്യും കേൾക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അങ്ങേക്ക് എന്നെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് വെയ്യാൻ മാസ്റ്ററോട് ചോദിക്കുന്നു. അന്ന് രാജാവി കാണിച്ച ക്രൂരതയ്ക്ക് പകരമായിട്ട് രാജാവിനെ കൊല്ലുകയല്ലാതെ വെയ്യാൻ്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെയാണ് വെയ്യാൻ രാജാവിനെ കൊന്നിട്ട് ഇപ്പോഴത്തെ ശീശങ്ങിനെ രാജാവായിട്ട് അധികാരത്തിലെത്തിച്ചത്. ഞാൻ അന്ന് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് മാത്രം ഈ രാജ്യം ഇപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിലനിൽക്കുന്നു. പിന്നെ വേശ്യലിൻ്റെ കാര്യത്തിൽ അവസാനം ഞാൻ ചെയ്തതൊക്കെ എനിക്ക് മറ്റു വഴികളൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. ശരിക്കും ആദ്യം എൻ്റെ ഏറ്റവും വിശ്വസ്തനായ വേശ്യലിന് ആ ടൈഗർ ടാലിയും കൊടുത്ത് ഞാൻ ലോർഡ് ഷാങ്ഷിൻ്റെ അടുത്തേക്ക് അയച്ചത് മറ്റൊരു ഉദ്ദേശത്തോടെ ആയിരുന്നില്ല. അന്ന് റീഎൻഫോഴ്സ്മെൻറ്റ് നൽകാതെ ലോർഡ് ഷാങ്ഷിൻ വേശ്യലിനെ ചതിച്ചത് മുമ്പത്തെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഷിമിൻ യാൻഷെങ്ങിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് 17 വർഷങ്ങൾക്ക് മുമ്പുള്ള കേസിനെ പറ്റിയൊക്കെ യാൻഷെങ് അന്വേഷിച്ചപ്പോൾ വേശ്യലിൻ്റെ കുടുംബത്തെ അവൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും അവനും തമ്മിലുള്ള ബന്ധം നശിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് വേശ്യലിൻ്റെ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ഞാൻ ആളെ അയച്ചത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ലല്ലോ ദൈവം തീരുമാനിക്കുന്നത്. യാൻഷെങ്ങിനെ രക്ഷിക്കുന്നത് ഷാങ്യു ആയിരിക്കുമെന്ന് ആരറിയാനാണ്. വിധിയുടെ പ്ലാൻ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല എന്നൊക്കെ വെയ്യാൻ പറയുന്നുണ്ട്. പുറത്തിരുന്ന് ഇതെല്ലാം കേൾക്കുകയായിരുന്ന യാൻഷെങ്ങിന് അങ്കിളിനെ ഇത്രയധികം തെറ്റിദ്ധരിച്ചതിൽ ഇപ്പോൾ കുറ്റബോധവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട്. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ഷാങ്യു അവനോട് അകത്തേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ പോകുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൾ അവനെയും കൊണ്ട് അവിടെ നിന്ന് തൽക്കാലം പോകുന്നുണ്ട്. ഷാങ്യു എപ്പോഴും പറയാറുള്ള ഒരു സെൻറ്റൻസ് വെയ്യാനോട് അവസാനമായി പറഞ്ഞിട്ടാണ് മാസ്റ്റർ തവോ യാത്ര പറഞ്ഞു പോകുന്നത്. അതായത് അവളെപ്പോഴും പറയാറുണ്ടല്ലോ, ഈ ലൈഫിൽ നീ നല്ലൊരു പന്നിയായിരുന്നു, അടുത്ത ജന്മത്തിൽ നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ അവൾ പന്നിയെ കശാപ്പ് ചെയ്യാറുള്ളത്. അതേ ഡയലോഗ് തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ട് മാസ്റ്റർ തവോ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. എന്നെപ്പോലെയുള്ള ആളുകളൊക്കെ നേരെ നരകത്തിലേക്ക് പോകാനാണ് സാധ്യത. ഇനിയും നന്നായിട്ട് ജീവിക്കാൻ ഒരു ജന്മം കൂടി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വെയ്യാനപ്പോൾ അവിടെ ഇരുന്ന് ആത്മകഥം പോലെ പറയുന്നു. നമ്മുടെ മുമ്പത്തെ രാജാവിൻ്റെ അവസ്ഥ എന്തായെന്ന് അറിയണ്ടേ? പുള്ളിക്കാരൻ പേടിച്ച് കിളി പോയി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കഴിയുകയാണ്. ഇപ്പോൾ ആരെയും തിരിച്ചറിയുക പോലുമില്ല. ഫുൾ ടൈം കുറേ പാവകളെ നിരത്തി വെച്ചിട്ട് അതെല്ലാം മന്ത്രിമാരാണ് എന്നുള്ള രീതിയിൽ അവരുടെ മുന്നിൽ രാജാവിനെ പോലെ ഇരുന്ന് കളിക്കുന്നതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ ഹോബി. പ്രിൻസസ് അവനെ ഫുഡൊക്കെ ആയിട്ട് അടുത്തേക്ക് ചെന്ന് അവനെ വിളിച്ച് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാജാവ് അവളെ പോലും തിരിച്ചറിയുന്നില്ല. പ്രിൻസസിന് ഇതിൽ വിഷമമുണ്ട്, പക്ഷേ അവൻ്റെ ജീവൻ രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസവുമുണ്ട്. പിന്നെ ആ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ടുണ്ടായിരുന്ന ഷീ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനിപ്പോൾ അവിടെ തടവിലാണ്. ഷിയാൻ അവസാനമായിട്ട് അവനെ കാണുന്നതിന് വേണ്ടി ഒരു സൂപ്പൊക്കെ റെഡിയാക്കിക്കൊണ്ട് അവിടേക്ക് വരുന്നു. അവൾ തനിക്ക് വേണ്ടി അവസാനമായിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യാൻ തയ്യാറായതിന് അവൻ നന്ദി പറയുന്നുണ്ട്. അവൾ തന്നെ തനിക്കത് കോരിത്തരാൻ അവൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾ ആ സൂപ്പ് എടുത്തുകൊണ്ട് അവൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നുണ്ടെങ്കിലും അത് കോരി കൊടുക്കാൻ നേരത്ത് അവളുടെ കൈ വിറയ്ക്കുന്നുണ്ട്. ശരിക്കും അതിൽ പോയിസൺ ചേർത്തിട്ടുണ്ട്. അത് കൊടുത്ത് അവനെ കൊല്ലാനാണ് യാൻഷെങ്ങിൻ്റെ ഒക്കെ ഓർഡർ. എത്രയൊക്കെ ദുഷ്ടനാണെങ്കിലും ഷിയാന് ഈ സമയത്ത് കൈ വിറയ്ക്കുന്നു. അതിൽ പോയിസൺ ചേർത്തിട്ടുണ്ട് എന്ന് ഷീക്കും അറിയാം. അതുകൊണ്ട് തന്നെ നിനക്കത് ചെയ്യാൻ മനസ്സ് വരുന്നില്ല എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൾ രണ്ടും കൽപ്പിച്ച് അത് കോരി അവന് കൊടുക്കാൻ തുടങ്ങുന്നു. ഒരു സ്പൂൺ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴാണ് നിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് നിനക്കറിയാമോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അന്ന് അവനെ കുളത്തിൽ വീണ സമയത്ത് രക്ഷപ്പെടുത്തിയപ്പോഴാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഇനി ഒരിക്കൽ കൂടി എനിക്ക് ആ സമയത്തൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം കാണിക്കുകയില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അന്ന് അവൾ രക്ഷപ്പെടുത്തിയ സമയത്തൊക്കെ ഇവൻ്റെ മുഖം പൊള്ളലേറ്റ് വികൃതമായിട്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെയുള്ള തൻ്റെ മുഖം കണ്ടിട്ട് പോലും ഒട്ടും പേടിക്കാതെ ആദ്യമായിട്ട് തന്നോട് ഇടപെടുന്ന ആൾ അവളായിരുന്നു. അതാണ് അവളെ ഇഷ്ടപ്പെടാൻ കാരണമെന്ന് ഷീ ഇപ്പോൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഷിയാന് കുറച്ച് വിഷമമാവുന്നു. അങ്ങനെ അവൾ കൈയൊക്കെ ഒന്ന് താഴ്ത്തുന്നുണ്ടെങ്കിലും ഷീ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ആ സൂപ്പ് മുഴുവനായി കുടിക്കുന്നു. എനിക്കൊരിക്കലും കിട്ടിയിട്ടില്ലാത്ത സ്വാതന്ത്ര്യം നിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ അറിയാതെ നിന്നെ ഇഷ്ടപ്പെട്ടു പോയതാണ് എന്നൊക്കെ അവൻ വിഷമത്തോടെ പറയുന്നു. നിനക്ക് സ്വാതന്ത്ര്യമില്ലാഞ്ഞിട്ടല്ല, നിനക്ക് ഒരിക്കലും അതുണ്ടായിരുന്നു. പക്ഷെ നിൻ്റെ മാസ്ക് കാരണം നീ അത് കണ്ടില്ല, അതാണ് പറ്റിയതെന്ന് അവൾ പറയുന്നുണ്ട്. പിന്നെ മുമ്പൊരു തവണ ഷിയാൻ ഇതുപോലെ അവന് സൂപ്പ് ഉണ്ടാക്കി കൊടുത്തിരുന്നല്ലോ. അന്ന് അടുത്ത തവണ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനിതിൽ വിഷം ചേർക്കുമെന്ന് അവൾ തമാശയായിട്ടാണെങ്കിലും പറഞ്ഞിരുന്നല്ലോ. ആ വാക്ക് പാലിച്ചതിന് അവനിപ്പോൾ നന്ദി പറയുന്നുണ്ട്. ഇനി അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ
നമ്മൾ തമ്മിൽ ഒരിക്കലും കാണാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും അവൻ ഈ സമയത്ത് പറയുന്നുണ്ട്. പിന്നെ അവൾ കൊണ്ടുവന്നിരിക്കുന്ന സൂപ്പ് ഇനി ബാക്കിയുണ്ടോ എന്ന് ആ പാത്രത്തിലുള്ളത് തീർന്നപ്പോൾ അവൻ ചോദിക്കുന്നു. അങ്ങനെ ബാക്കിയുണ്ടായിരുന്നതും കൂടി അവൾ എടുത്തുകൊണ്ട് അവന് കൊടുക്കുന്നുണ്ട്. അതും കൂടി കുടിച്ചിട്ട് അവൻ ബ്ലഡ് വോമിറ്റ് ചെയ്ത് തളർന്നു വീഴുന്നു. അവളുടെ മടിയിലേക്കാണ് അവൻ വീണത്. അവളുടെ ശരിക്കുള്ള ഐഡൻറ്റിറ്റിയെ പറ്റി അവൻ ഇതുവരെ അറിയാമായിരുന്നില്ലല്ലോ. ഈ അവസാന നിമിഷത്തിലെങ്കിലും നീ ശരിക്കും ആരാണെന്ന് എന്നോട് പറഞ്ഞൂടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ആരുമല്ല, ഞാൻ ചെയ്യാനാണ് എന്നാണ് അവൾ പറയുന്നത്. ഇപ്പോഴും നീ കള്ളം പറയുകയാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ മടിയിൽ കിടന്ന് അവൻ മരിക്കുന്നു. ഷിയാന് നല്ല വിഷമമുണ്ട്. ആകെ തളർന്നതുപോലെയാണ് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ വീണ് പോകാനും തുടങ്ങുന്നു. പെട്ടെന്ന് അവിടെ നിൽപ്പുണ്ടായിരുന്ന ഷാങ്ങു അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. എനിക്ക് ഒരു സീക്രട്ട് ഉണ്ട്. ഞാൻ വളരെ ദൂരെ ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത്. എനിക്കതവരോടും പറയാൻ പറ്റില്ല എന്നൊക്കെ ഷിയാൻ ഈ സമയം അവളോട് പറയുന്നുണ്ട്. സീക്രട്ട് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീ ഇനി അങ്ങോട്ടേക്ക് തിരികെ പോകണ്ട. നമുക്ക് ലീനാനിലേക്ക് പോയി ഒരുമിച്ച് അവിടെ സന്തോഷത്തോടെ കഴിയാമെന്ന് ഷാങ്ങു പറയുന്നു. അവൾ വന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നെ ബാവറെ അടുത്ത രാജാവായിട്ട് പ്രഖ്യാപിക്കുന്നു. അവന് പ്രായം തീരെ കുറവായതുകൊണ്ട് അവൻ്റെ അമ്മയായ ഷിയാൻ അവിടെ ഒരു സ്ക്രീനിന് പുറകിലിരുന്ന് അവന് വേണ്ടിയിട്ട് ഭരണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഭരണകാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നോക്കി നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രിൻസ് റെജൻ്റായിട്ട് യാൻ ഷിങ്ങിനെ നിയമിക്കുന്നു. ഷാങ്ങുവിൻ്റെ അച്ഛൻ്റെ പേരിലുണ്ടായിരുന്ന രാജ്യദ്രോഹ കുറ്റമൊക്കെ മാറ്റിയിട്ട് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് കുറച്ച് ഉയർന്ന ഒരു പദവി നൽകുന്നു. അതുപോലെ തന്നെ ഷാങ്ങുവിനെയും 4th റാങ്കിൽ നിന്ന് 1st റാങ്ക് ജനറലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ബാവർ അധികാരമേറ്റ് കഴിഞ്ഞപ്പോൾ ഷാങ്ങിങ്ങും കൊട്ടാരത്തിലേക്ക് വരുന്നുണ്ട്. അമ്മ കാണാതെ രണ്ടുപേരും കൂടി ഒളിച്ചിരുന്ന് സ്വീറ്റ്സ് കഴിക്കുകയാണ്. ഭാവിയിൽ ഞാൻ രാജാവായി കഴിയുമ്പോൾ അത് ചെയ്യാം ഇത് ചെയ്യാമെന്നൊക്കെ ബാവർ ഷാങ്ങിങ്ങിന് വാക്ക് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങനെ അധികാരമേറ്റ് കഴിയുമ്പോൾ എന്നെ ഒരു പ്രിൻസസ് ആക്കുമോ എന്ന് ഷാങ്ങിങ് ചോദിക്കുന്നു. നിനക്കങ്ങനെ പ്രിൻസസ് ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ രാജ്ഞിയാക്കാൻ തയ്യാറാണ് എന്ന് ബാവർ പറയുന്നു. ഈ രാജ്ഞി എന്താണെന്ന് ഷാങ്ങിങ്ങിന് വലിയ പിടിയൊന്നുമില്ല. പിന്നെ അവൻ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ വിവാഹ സമ്മാനമായിട്ട് ഈ കൊട്ടാരമാണോ നൽകാൻ പോകുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഈ കൊട്ടാരമല്ല, ഈ രാജ്യം മുഴുവൻ നിനക്ക് വിവാഹ സമ്മാനമായിട്ട് നൽകാൻ ഞാൻ തയ്യാറാണ് എന്നവൻ പറയുന്നു. പിന്നൊരിക്കൽ വാക്ക് മാറ്റരുതെന്ന് പറഞ്ഞ് ഷാങ്ങിങ് അവനെ കൊണ്ട് പിങ്കി പ്രോമിസ് ഒക്കെ ചെയ്യിക്കുന്നുണ്ട്. മുമ്പ് അങ്കിൾ സാഹോയും മാസ്റ്റർ തവോയും ഒക്കെ പറഞ്ഞ ഷാങ്ങിങ്ങിൻ്റെ ആ വലിയ ഭാഗ്യം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇവരിങ്ങനെ വലിയ റൊമാൻറ്റിക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഷിയാൻ ഒരു വടിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. നിന്നോട് എത്ര തവണ ഇങ്ങനെ സ്വീറ്റ്സ് കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ പല്ല് മുഴുവൻ ഇപ്പോൾ തന്നെ പുഴുവായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാവർ അടിക്കാനുള്ള വരവാണ്. ഷാങ്ങി അവൾ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ബാവർ അടി കൊള്ളാതെയുള്ള ഓട്ടവുമാണ്. ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഷീക്ക് സപ്പോർട്ടായി നിന്ന ഗ്രാൻഡ് ട്യൂട്ടർ ലീയെ അയാളുടെ സ്ഥാനത്ത് നിന്നൊക്കെ നീക്കിയിരിക്കുന്നു. പിന്നെ അയാളുടെ സ്വത്തുക്കളൊക്കെ ഇപ്പോൾ കണ്ടുകെട്ടുകയാണ്. വിഷമിച്ചിരിക്കുന്ന മുത്തശ്ശൻ്റെ അടുത്തേക്ക് ലീഹോൻ ചെല്ലുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ യുദ്ധം കാരണം കൊട്ടാരത്തിൻ്റെ ഖജനാവൊക്കെ കാലിയായിരിക്കുകയാണ്. അതിന് നമ്മൾ സംഭാവന നൽകുന്നുവെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ ചെയ്ത തെറ്റിന് അങ്ങനെയെങ്കിലും പരിഹാരം കാണാമല്ലോ എന്ന് പറഞ്ഞവൻ മുത്തശ്ശനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവരെ ഇവിടുന്ന് നാട് കടത്താനും ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിലും വിഷമിക്കേണ്ട കാര്യമില്ല. ചെയ്ത തെറ്റിൻ്റെ വലുപ്പം വെച്ചിട്ട് ആ കുടുംബത്തെ മുഴുവനായി കൊന്നെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ശിക്ഷ മാത്രമല്ലേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് ലീ പറയുന്നു. എന്തായാലും മുത്തശ്ശന് അതിനോട് അത്ര അനുകൂലമായിട്ടുള്ളതൊന്നുമല്ല. 17 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യവുമില്ലാതെയാണല്ലോ താൻ ഈ വില്ലൻ്റെ വേഷം കെട്ടിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ കരയുന്നുണ്ട്. മുത്തശ്ശനും ലീ ഹൈഷാനുമൊക്കെ പോകുന്ന സ്ഥലത്തേക്കല്ല ലീ ഹുവാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അവൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ട് അതിർത്തിയിലേക്കാണ് നാട് കടത്തപ്പെടാനുള്ള അനുവാദം വാങ്ങിച്ചിരിക്കുന്നത്. താൻ ചെയ്ത തെറ്റിനുള്ള പരിഹാരമായിട്ട് അവൻ ഇതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഷാങ്ങു അവളുടെ ആഗ്രഹം പോലെ അവളുടെ ഗ്രാമത്തിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അന്ന് സുയാൻ സിംഗിൻ്റെ ആക്രമണത്തിൽ നശിച്ചുപോയ ഗ്രാമം ഇപ്പോൾ ഒരു വിധത്തിൽ പഴയതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിലേക്ക് കയറിയപ്പോൾ അന്നത്തെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവരും അവിടെ വന്നു നിന്ന് തന്നെ വെൽക്കം ചെയ്യുന്നത് പോലെയാണ് ഷാങ്ങുവിന് ഫീൽ ചെയ്യുന്നത്. ഓഫീസർ വാങ്ങും മജിസ്ട്രേറ്റിൻ്റെ മകളും അതേപോലെ അവളുടെ ഷോപ്പിനടുത്തുണ്ടായിരുന്ന ആ നൂഡിൽസ് ഷോപ്പിലെ ലേഡിയും എന്തിനു പറയുന്നു മാന്തി വരെ തന്നെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ വന്ന് നിൽക്കുന്നത് പോലെ ഷാങ്ങുവിന് തോന്നുന്നുണ്ട്. അവളുടെ വീടിനടുത്തെത്തിയപ്പോൾ അവിടെ മാർക്കിസിൻ്റെ പ്രൗഢിയൊന്നുമില്ലാതെ അവളുടെ സാധാരണക്കാരനായിട്ടുള്ള മാറ്റു ലോക്കൽ ഹസ്ബൻഡായിട്ട് യാൻഷിക് അവളെ സ്വീകരിക്കാനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. നീ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഒരു തിരിച്ചു വരവ് ആഗ്രഹിച്ചിരിക്കുകയാണല്ലേ എന്ന് യാൻഷിക് ചോദിച്ചപ്പോൾ അവൾ സന്തോഷ കണ്ണീരോടെ അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇവരിങ്ങനെ വരുന്നതൊന്നും ആൻറ്റിയും അങ്കിളും അറിഞ്ഞിരുന്നില്ല. ആൻറ്റി ഇപ്പോഴും ഷാങ്ങുവിന് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെപ്പോലെ നല്ല ആൾക്കാരെ ദൈവം എന്തായാലും പ്രൊട്ടക്റ്റ് ചെയ്യും, നീ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ അങ്കിൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് പുറത്ത് ഷാങ്ങുവിൻ്റെ ശബ്ദം കേട്ട പോലെ ആൻറ്റിക്ക് തോന്നുന്നത്. തോന്നലായിരിക്കുമെന്ന് അങ്കിൾ പറയുന്നുണ്ടെങ്കിലും വീണ്ടും ആ വിളി കേട്ടിട്ട് ആൻറ്റി പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന ഷാങ്ങുവിനെയും യാൻഷിങ്ങിനെയും ഷാങ്ങിനെയും ഒക്കെ കാണുന്നു. അവർ സന്തോഷത്തോടെ ഓടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഷാങ്ങു പെട്ടെന്ന് അവർക്ക് മുന്നിലേക്ക് മുട്ടുകുത്തിയിരുന്നിട്ട് അവരെ ഗോഡ് മദർ എന്നും ഗോഡ് ഫാദർ എന്നും വിളിക്കുന്നു. ഷാങ്ങിയും അവൾക്കൊപ്പം ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്ന വഴി മുഴുവൻ നിങ്ങളെ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് ഷാങ്ങു ചിന്തിക്കുകയായിരുന്നു. അവസാനം
അവൾ ഇങ്ങനെ തീരുമാനിച്ചു എന്ന് യാൻഷങ് അവരോട് പറയുന്നു. അവർക്കും സന്തോഷമാവുന്നുണ്ട്. മക്കളില്ലാത്ത അവർക്ക് അല്ലെങ്കിൽ തന്നെ ഷാങ്യും സ്വന്തം മക്കളെ പോലെ ആയിരുന്നല്ലോ. ഇപ്പോൾ അവൾ അങ്ങനെ അംഗീകരിക്കുക കൂടി ചെയ്തപ്പോഴേക്കും അവർക്ക് ശരിക്കും സന്തോഷമാവുന്നു. ജീവിതകാലം മുഴുവൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ താൻ തയ്യാറാണ് എന്നും ഷാങ്യു അറിയിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും തമ്മിൽ പിരിയില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ സമയത്താണ് ബാവോയും കൂട്ടരും അങ്ങോട്ടേക്ക് വരുന്നത്. അവരും ആൻറ്റിയുടെ അങ്കിളിൻ്റെയും മുന്നിൽ റെസ്പെക്റ്റ് കാണിച്ചിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്നൊക്കെ പറയുന്നു. ആൻറ്റി സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് വന്ന് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മാൻഡി മിസ്സിംഗ് ആണ് എന്നറിയുന്നത്. അങ്ങനെ അവനെ അന്വേഷിച്ചപ്പോൾ അവൻ്റെ വിയോഗ വാർത്ത അവർ വിഷമത്തോടെ അറിയിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം സേഫായി എത്തിയതിന് ആൻറ്റി ദൈവത്തിന് നന്ദി പറഞ്ഞ് അവരെയും ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരെയും സന്തോഷത്തോടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അവർ ഈ സമയം ഷിയാൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഷാങ്ങിങ്ങിനെ തൻ്റെ എംപ്രസ് ആക്കണമെന്നുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനാദ്യം ഷാങ്ങിങ്ങിൻ്റെ പെർമിഷൻ ചോദിക്കേണ്ടേ എന്ന് ഷിയാൻ ചോദിക്കുന്നുണ്ട്. മുമ്പ് ഷാങ്ങിങ് തന്നോട് ഒരു പ്രിൻസസ് ആക്കാൻ ആവശ്യപ്പെട്ടതും പ്രിൻസസ് ആക്കാതെ അവളെ എംപ്രസ് ആക്കാമെന്ന് പറഞ്ഞതുമൊക്കെ ബാവറ അവളോട് പറയുന്നു. എന്നാലും താൻ അതിന് സമ്മതിക്കില്ല. കാരണം നിങ്ങളിപ്പോൾ കുട്ടികളാണ്. വളർന്നു കഴിയുമ്പോൾ നിനക്ക് ഇതേ താല്പര്യമുണ്ടെങ്കിൽ അന്ന് ഷാങ്ങിങ്ങിൻ്റെ അനുവാദം ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് ഷിയാൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഷാങ്യുവും യാൻഷങ്ങും ഇനി ഗ്രാമത്തിലെത്തിയ ഈ സമയത്താണ് അവിടെ വെയ്യാൻ്റെ വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നത്. മാസ്റ്റർ തവോയാണ് പോയിസൺ ചേർത്ത വൈൻ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ട് കൊടുക്കുന്നത്. യാൻഷങ് തന്നെയാണ് ആ വൈൻ പ്രിപ്പയർ ചെയ്തത്. വേദന അറിയാതെ പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തൊക്കെയോ അതിൽ ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ അവിടെ നിന്ന് പോകുന്നു. അദ്ദേഹം മനസ്സോടെ തന്നെ ആ വൈൻ ഒഴിച്ച് കുടിക്കാനായി തയ്യാറെടുക്കുന്നുണ്ട്. മുമ്പ് ഒരു ദിവസം യാൻഷങ് അദ്ദേഹത്തെ കാണാനായി ഇവിടേക്ക് ചെന്നിരുന്നു. സന്തോഷത്തോടെയാണ് അദ്ദേഹം അവനെ സ്വീകരിച്ചത്. തമ്മിലുണ്ടായിരുന്ന വൈരാഗ്യവും ശത്രുതയും എല്ലാം മാറി രണ്ടുപേരും സന്തോഷത്തോടെ ഒരുപാട് സമയം അവിടെ സംസാരിച്ചിരിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനൊക്കെ ശേഷം പൊയ്ക്കോളാൻ പറഞ്ഞപ്പോഴാണ് യാൻഷങ് അവിടെ നിന്ന് പോകുന്നത്. അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിയമത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ അവന് കഴിയില്ല. വിഷമത്തോടെ ആണെങ്കിലും അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും വെയ്യാൻ ഇപ്പോൾ മനസ്സോടെ തന്നെ ആ വൈൻ കഴിച്ച് തൻ്റെ ജീവൻ എടുക്കുന്നു. ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി കാണിക്കുന്നത്. ഷാങ്യുവിൻ്റെ ഗ്രാമത്തിലെ ഒരു മരം ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയിരിക്കുകയാണ്. ഷാങ്യുവും മാർക്കിസും കൂടി കണ്ടുമുട്ടിയത് അവിടെ വെച്ചാണ്. അവരുടെ പ്രണയത്തിന് സാക്ഷിയായത് ആ മരമാണ് എന്നൊക്കെയാണ് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിരിക്കുന്നത്. ഈ മരത്തിലേക്ക് ആണും പെണ്ണും കൂടി റിബൺ എറിഞ്ഞിട്ട് അത് രണ്ടും കൂടി ഒരുമിച്ച് ഒരേ സ്ഥലത്ത് നിന്ന് വീഴുകയാണെങ്കിൽ അവർക്ക് ലൈഫിലും ഒരുമിച്ചായിരിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസവും അവിടെ പടർന്നിരിക്കുന്നു. അത് റിബൺ എറിയുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ അവിടെ സ്ഥിരമായി എത്തുന്നുണ്ട്. ഷാങ്യുവും ഒരു ദിവസം രാത്രി യാൻഷങ്ങിനെയും കൊണ്ട് ആരുമില്ലാത്ത സമയം നോക്കി അങ്ങോട്ടേക്ക് എത്തുന്നു. നമ്മളിങ്ങനെ ഒളിച്ചു വരേണ്ട ആവശ്യമുണ്ടോ എന്ന് യാൻഷങ് അവളോട് ചോദിക്കുന്നുണ്ട്. ഈ കഥയിലെ മെയിൻ കഥാപാത്രങ്ങളായിട്ടുള്ള നമ്മൾ തന്നെ ഇതറിയാൻ വരുന്ന ആരെങ്കിലും കണ്ട അവർ തലയും കുത്തി ഇരുന്ന് ചിരിക്കും. അതുകൊണ്ട് ഇതല്ലാതെ വേറെ വഴിയില്ലെന്ന് ഷാങ്യു പറയുന്നു. അവളും ഇത് വിശ്വസിച്ച് റിബൺ എറിയാനായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെന്ന് വീണില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ആദ്യം അവനോട് എറിയാൻ അവൾ പറയുന്നു. അവൻ എറിഞ്ഞ ശേഷം അവൾ എറിയുന്നുണ്ടെങ്കിലും അവർ രണ്ടിടത്തായിട്ടാണ് പോയി വീണത്. ഷാങ്യു അത് വീണ്ടും എടുത്തിട്ട് ഒന്നുകൂടെ എറിയാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും യാൻഷങ് അവളെ തടയുന്നു. ഈ റിബൺ ഒന്നിച്ചാലില്ലെങ്കിലും നമ്മൾ തമ്മിൽ എന്തായാലും ഈ ജന്മം പിരിയുകയില്ല. ഈ ജന്മമെന്നല്ല അടുത്ത ജന്മത്തിലും ഇനിയുള്ള ജന്മങ്ങളിലും എല്ലാം നിൻ്റെ കൂടെ തന്നെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ഇറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഷാങ്യു പിന്നെയും പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ അവളെ ഇവിടെ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ 5 വർഷങ്ങൾക്ക് ശേഷമുള്ള കാലമാണ് കാണിക്കുന്നത്. ഷാങ്യുവും യാൻഷങ്ങും ആർമി ക്യാമ്പിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇവർക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശത്രുരാജ്യം ഇവരെ ആക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു യുദ്ധത്തിന് പോകാനായിട്ട് വന്നിരിക്കുകയാണ്. ഷാങ്യുവിനോട് തിരികെ പോയിക്കൊള്ളാൻ യാൻഷങ് പറയുന്നുണ്ട്. അവളിപ്പോൾ 5 വർഷമായിട്ട് ഫൈറ്റ് ഒന്നും ചെയ്യാതിരിക്കുകയല്ലേ, അതുകൊണ്ട് യുദ്ധഭൂമിയിലേക്ക് വരുന്നത് സേഫ് അല്ല എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ അവളത് സമ്മതിക്കുന്നില്ല. എൻ്റെ ഈ ഗ്രാൻഡ് ജനറൽ എന്നുള്ള പദവി ഞാൻ വെറുതെ നേടിയെടുത്തതല്ല, ഫൈറ്റ് ചെയ്ത് തന്നെ നേടിയെടുത്തതാണ്. അതുകൊണ്ട് എൻ്റെ കഴിവിനത്ര കുറച്ച് കാണണ്ടായെന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവനോടൊപ്പം യുദ്ധത്തിനായി പുറപ്പെടുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവനോട് പേടിയുണ്ടെങ്കിൽ എൻ്റെ പിന്നിൽ ഒളിച്ചോളാൻ ഷാങ്യു പറയുന്നുണ്ട്. അവളിപ്പോൾ തന്നെ 2 കുട്ടികളുടെ അമ്മയാണ്. അതുകൊണ്ട് അവളുടെ സേഫ്റ്റിയാണ് പ്രധാനമെന്ന് യാൻഷങ് തിരിച്ച് പറയുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് സൈന്യത്തെയും കൂടി യുദ്ധത്തിനായിട്ട് പുറപ്പെടുന്നിടത്ത് പെർസ്യൂട്ട് ഓഫ് ജേഡ് എന്ന ഈ ഡ്രാമ അവസാനിക്കുകയാണ്. ഇനി 17 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു കൂട്ടക്കൊല അവിടെ നടന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്കൊന്ന് കാണിച്ചായിരിക്കുകയാണ്. കുട്ടി യാൻഷങ് അവിടെ നിന്ന് മാർഷ്യൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അവൻ്റെ അമ്മയും ഷാങ്യുവിൻ്റെ അമ്മയും അത് കണ്ടുകൊണ്ട് അവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഷാങ്യുവിൻ്റെ അമ്മ ഷാങ്യുവിനെ പ്രഗ്നൻ്റ് ആണ്. ഡെലിവറി അടുക്കാറായിരിക്കുന്നു. അതുകൊണ്ട് ജനിക്കാൻ പോകുന്ന കുട്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ അവർ തമ്മിൽ പറയുന്നുണ്ട്. അവളുടെ അച്ഛന് പെൺപിള്ളേരെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇത് പെണ്ണായിരിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഷാങ്യു എന്ന പേരും തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ ഷാങ്യുവിൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ആണാണോ പെണ്ണാണോ എന്നറിയാൻ പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ട്രിക്കുണ്ട്. അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് യാൻഷങ്ങിൻ്റെ അമ്മ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി യാൻഷങ്ങിനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഷാങ്യുവിൻ്റെ അമ്മയുടെ വയറ്റിലുള്ളത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ഗസ് ചെയ്യാൻ പറയുന്നു. അവനത് പെൺകുട്ടിയായിരിക്കുമെന്നാണ് പറഞ്ഞത്. അതൊരു ശരിക്കും ഒരു പെൺകുട്ടിയാണെങ്കിൽ ഭാവിയിൽ നീ അവളെ വിവാഹം കഴിച്ച് എൻ്റെ മരുമകളാക്കുന്നതിനെ പറ്റി എന്താണ് നിൻ്റെ
അഭിപ്രായമെന്ന് യാൻഷിങ്ങിൻ്റെ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്. അതെന്തിനാണ് അവളെ അമ്മയുടെ മരുമകളാക്കുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് അമ്മ പറയുന്നുണ്ട്. അങ്ങനെ അവനും വിവാഹത്തിന് സമ്മതിക്കുന്നു. അങ്ങനെ അവൻ്റെ മനസ്സിൽ ഈ ഷാങ്ങു എന്ന പേര് കയറി കൂടുന്നുണ്ട്. പിന്നൊരു ദിവസം അവൻ ഒരു പേപ്പറിലേക്ക് ഷാങ്ങുവിൻ്റെ പേരൊക്കെ എഴുതി നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഷാങ്ങുവിൻ്റെ അമ്മ പ്രസവിച്ചു, പെൺകുട്ടിയാണ് എന്ന് കുറച്ച് സെർവൻസ് അവിടെ വന്ന് അമ്മയോട് പറയുന്നത് ഇവൻ കാണുന്നുണ്ട്. അമ്മ അടുത്ത് തന്നെ ഒരു ദിവസം അവരെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞയക്കുന്നതും ഇവൻ കേൾക്കുന്നു. പിന്നെ അമ്മ അടുത്തേക്ക് വന്നപ്പോൾ അവൻ ഒന്നുകൂടി അത് ചോദിച്ചുറപ്പിക്കുന്നുണ്ട്. പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് നിൻ്റെ വൈഫിനെ കാണാൻ തിടുക്കമായെന്ന് ചോദിച്ച് അമ്മ അവനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഷാങ്ങുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ അവൻ മറന്നു പോകാതെ കുറിച്ച് വെക്കുന്നുണ്ട്. പിന്നെ 16 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. യാൻഷിങ് ഇപ്പോഴും ആർമിയിൽ തന്നെ അതിർത്തിയിലാണ്. അവൻ്റെ അച്ഛനും അതിർത്തിയിൽ തന്നെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇവൻ ഇടയ്ക്ക് തലസ്ഥാന നഗരിയിലേക്ക് വന്ന് അങ്കിളിനെ കാണുന്നുണ്ട്. അങ്കിളും അവനും തമ്മിൽ മുമ്പത്തെ പോലെ വാശിയും വൈരാഗ്യവും ഒന്നുമില്ല. നല്ല സൗഹൃദത്തിൽ അവർ രാജ്യത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ പറ്റിയൊക്കെ ഷെയർ ചെയ്യുന്നു. പിന്നെ വെയ്യാൻ ആൻറ്റിയെ കാണാനായിട്ട് അവനകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. വെയ്യാൻ്റെ വൈഫ് ആരാണെന്ന് കാണിക്കുന്നില്ല. എന്തായാലും അയാൾ ഇഷ്ടപ്പെട്ടൊരു ജീവിതമാണ് നയിക്കുന്നത്. പിന്നെ യാൻഷിങ്ങും ഷാങ്ങിയും കൂടി വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ലീനാനിലേക്ക് ഒരു ട്രിപ്പ് വരികയാണ്. അവിടെ ആ സ്ഥലത്ത് എത്തിയപ്പോൾ ഷാങ്ങുവിന് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ എത്തുന്നത് ഷിയാൻ നടത്തുന്ന ആ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടെ വെച്ച് ഷിയാനെ കണ്ടപ്പോഴും മുമ്പെങ്ങോ കണ്ട് പരിചയമുള്ളതുപോലെ ഒരു ഫീൽ ഷാങ്ങുവിനുണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഷിയാനും അവളോട് സംസാരിച്ചപ്പോൾ പണ്ടേ പരിചയമുള്ളതുപോലെ ഒരു തോന്നലുണ്ടാവുന്നുണ്ട്. അങ്ങനെ ഇവർ ഒരുമിച്ച് കൂടിയ റൂമിലേക്ക് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഷിയാൻ നേരിട്ട് ചെല്ലുന്നുണ്ട്. അവിടെ സുന്നും പ്രിൻസസും അതേപോലെ ഇപ്പോഴത്തെ ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള ഷിമിനും ലീഹ്വാനും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഷീക്ക് ഷിയാനെ കണ്ടപ്പോൾ പെട്ടെന്ന് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഷിയാൻ ഒഴിച്ചു കൊടുത്ത സൂപ്പ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നു. അങ്ങനെ 1-2 തവണ തോന്നുന്നതിനാൽ അവൻ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. സൂപ്പിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് ഷിയാൻ അവന് പിന്നാലെ ചെല്ലുന്നുണ്ടെങ്കിലും അവൾ അടുത്ത് വന്നപ്പോൾ അവന് വീണ്ടും അതേ ടെൻഡൻസി ഉണ്ടാകുന്നു. അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ റൂമിലേക്ക് പോകുന്നുണ്ട്. അവൻ ക്രൗൺ പ്രിൻസ് ആയതുകൊണ്ട് തന്നെ യാൻഷിങ് അവൻ്റെ അടുത്തേക്ക് എന്ന് എന്ത് പറ്റിയെന്നൊക്കെ അന്വേഷിക്കുന്നു. സൂപ്പ് അവരെല്ലാവരും കഴിച്ചാണ്, അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവന് മാത്രം ഇങ്ങനെ ഫീൽ ചെയ്യാൻ എന്താണ് കാരണമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, അവളെ കണ്ടപ്പോൾ എനിക്കുള്ളിൽ വല്ലാത്ത സന്തോഷം ഫീൽ ചെയ്തു. പക്ഷെ അവൾ അടുത്ത് വന്നപ്പോഴേക്കും എനിക്ക് ഇതേപോലെ ഒരു ടെൻഡൻസിയാണ് തോന്നുന്നത്. ചിലപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ശത്രുക്കളായിരുന്നിരിക്കണം, അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഫീൽ ചെയ്തതെന്ന് ഷിമിൻ പറയുന്നു. ഇതിങ്ങനെ ഇവരുടെ ഹാപ്പി ലൈഫ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സീൻ ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. എന്തായാലും ഡ്രാമ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയതായി നമ്മുടെ ചാനലിൽ കൂടി കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രാമ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു പുത്തൻ ഡ്രാമയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം.